ദൈവം നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദൈവത്തിൻ്റെ നീതി നോക്കൂ. ദൈവം നാം ഓരോരുത്തരുടെയും പ്രവൃത്തികളെ മുഴുവനും നോക്കുന്നവനാണ്. നമ്മുടെ പ്രവൃത്തികളെ അറിഞ്ഞ് നമ്മുടെ ഉദ്ദേശങ്ങളും നിലവുകളും മനസ്സിലാക്കി നമുക്ക് പ്രതിഫലം തരുന്നവനായ ഒരു ദൈവത്തെയാണ് ഈ വചനം വരച്ചു കാട്ടുന്നത്. നമ്മുടെ പ്രവൃത്തികളെ എല്ലാം അവൻ നോക്കുന്നു. നാം വിശുദ്ധരെ ശുശ്രൂഷിച്ചത് അവൻ കണക്കിലെടുക്കുന്നു. വിശുദ്ധന്മാർ എന്ന് കരുതി നാം അവരെ സഹായിച്ചത് അവർക്ക് ഭക്ഷണം കൊടുത്തതായിരിക്കാം, ഭവനത്തിൽ പാർപ്പിച്ചതായിരിക്കാം. വിശുദ്ധന്മാരായ ആളുകളെ സേവിച്ചതിലൂടെ നാം ദൈവത്തിൻ്റെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം ശ്രദ്ധയോടെ കാണുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം തരുന്നവനായ ദൈവം നാം വിശുദ്ധരെ ശുശ്രൂഷിച്ചത് കണ്ടു എന്ന് മാത്രമല്ല, ഇപ്പോഴും നാം വിശുദ്ധരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയെയും അവൻ അറിയുന്നു. നമ്മുടെ മനോഭാവം കർത്താവിന് വ്യക്തമാണ്. ഇതിനെല്ലാം പ്രതിഫലമുണ്ട് എന്നാണ് ഈ വാക്യം പറയുന്നത്. നമുക്കിനിയും ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ, സഹായഹസ്തം ആവശ്യമായുള്ളവർക്ക് നമുക്ക് കൈത്താങ്ങൽ കൊടുക്കാം. പല വിധത്തിൽ നമുക്കവരെ സഹായിക്കാൻ കഴിയും. ദൈവ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി സമയം മാറ്റിവെക്കാം. നമ്മുടെ പണം ഉപയോഗിച്ച് സഹായിക്കാം. നമ്മുടെ സൗഹൃദ വലയങ്ങളിലേക്ക് വിശുദ്ധരുടെ ശുശ്രൂഷയെ കൊണ്ടുചെന്നെത്തിക്കാം. എല്ലാത്തിനും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. നാം ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തെയും അവൻ നോക്കുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളെയും അവൻ ശ്രദ്ധിക്കുന്നു. നാം വിശുദ്ധന്മാർക്ക് ചെയ്തതും ഇനി ചെയ്യുവാനുള്ളതും അവൻ പരിഗണിക്കുന്നു. ദൈവത്തോട് നാം കാണിക്കുന്ന സ്നേഹത്തെയും അവൻ വളരെ ശ്രദ്ധയോടെ നോക്കുന്നു. പ്രിയരെ, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുത്താലും അവന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല എന്ന് മത്തായി 10:41 പറയുന്നു. താങ്കൾ ചെയ്യുന്ന ഒരു കാര്യവും ദൈവം മറന്നു കളയുന്നില്ല. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിനും ദൈവവേലക്കാരെ നാം മാനിക്കുന്ന ഓരോ കാര്യത്തിലും നാം ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളിൽ പോലും നമ്മെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും മാനിക്കുവാനും മാത്രമല്ല ദൈവസന്നിധിയിൽ നിന്നും പ്രതിഫലം നൽകുവാനും മാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു.